സർക്കാരുകൾ കാലാകാലങ്ങളിൽ കൊണ്ടുവരുന്ന ചില നിയമങ്ങളും ചില ചട്ടങ്ങളും ഒക്കെ വലിയ പ്രതിസന്ധിയിലേക്ക് പോകാറുണ്ട്. നിലവിലിരിക്കുന്നവർക്കാണ് പലപ്പോഴും പ്രതിസന്ധി വരുന്നത്. എന്നാൽ സർക്കാരുകൾ ചെയ്യേണ്ട ഒരു കാര്യം, PSCയിൽ ജോലി കിട്ടുമ്പോൾ ഒരു എഗ്രിമെന്റ് ഉണ്ട്. എന്താണ് എഗ്രിമെന്റ്? ഇതൊരു ഫണ്ടമെന്റൽ റൈറ്റിന്റെ പ്രശ്നമാണ്. ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ഞാൻ നിങ്ങൾക്ക് PSC അല്ലെങ്കിൽ UPSC ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കുന്നു. ആ നോട്ടിഫിക്കേഷനിൽ പറയും ഇന്ന ക്വാളിഫിക്കേഷനുള്ള ഇന്ന സമുദായത്തിൽപ്പെട്ട സംവരണ അടക്കമുള്ള എല്ലാം പറയും. ഇന്ന എക്സ്പീരിയൻസ് ഉള്ള ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് ഈ പോസ്റ്റിന് ആവശ്യം. അത് തീരുമാനിക്കുന്നത് ആരാണ്? PSC അല്ല, UPSC അല്ല, ഡിപ്പാർട്ട്മെന്റുകളാണ്. ഡിപ്പാർട്ട്മെന്റുകളും സ്ഥാപനങ്ങളും അവർക്ക് സമൂഹത്തിന് വേണ്ടി ആവശ്യമുള്ള ആളുകളുടെ എണ്ണം തീരുമാനിച്ച് അതിലൊരു, നമ്മുടെ രാജ്യം സംവരണത്തെ, റിസർവേഷനെ മാനിക്കുന്ന ഭരണഘടനാ സാധ്യതയുള്ള രാജ്യമായതുകൊണ്ട് അതിന്റെ മാനദണ്ഡങ്ങളും കൂടെ പാലിച്ചുകൊണ്ട് ഇത്ര പോസ്റ്റ് അവിടെയുണ്ട്, അതിൽ ഇത്ര പോസ്റ്റിൽ ഇന്ന ആളുകളെയൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവരുടെ ജാതിയും മതമൊക്കെ ഇതാണ്, അത് ഇന്ന പോസ്റ്റിലേക്കുള്ള ഇത്ര വയസ്സ് വരെ പ്രായമുള്ള PSC ഒരു പൊതുപ്രായം വെച്ചിട്ടുണ്ട്. അതിനകത്താണ് പിന്നെ ചില സ്ഥാപനങ്ങളിൽ വ്യത്യാസമുണ്ട്. അല്ലെ, PSC ഒരു പൊതുപ്രായം വെച്ചിട്ടുണ്ട്. ആ പ്രായത്തിനകത്ത് വരുന്ന ഇന്ന ക്വാളിഫിക്കേഷൻസ് ഉള്ള ഇന്ന എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ വേണം എന്ന് ഡിപ്പാർട്ട്മെന്റ് അങ്ങോട്ട് കൊടുക്കും. അല്ലെങ്കിൽ AG അവർ വെച്ചിരിക്കുന്നതാണ്. അത് കൊടുത്തു കഴിയുമ്പോൾ അതിൽ ഒരു പോസ്റ്റ്മാന്റെ ജോലി പോലെ ആളുകളെ റിക്രൂട്ട് ചെയ്ത് പരീക്ഷ നടത്തി ചിലതിന് ടെസ്റ്റ്, ചിലത് ഇന്റർവ്യൂ നടത്തി അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളതാണ് PSCയുടെ ജോലി. ഇത് ഒരു എഗ്രിമെന്റ് ആണ്. ആരുമായിട്ട്? PSCയുമായി, UPSC, കേരള PSCകളുമായി പോലത്തെ PSCകളുമായി ഒരു ഉദ്യോഗാർത്ഥി എഗ്രിമെന്റ് വയ്ക്കുകയാണ്. ഇൻഫോർമൽ എഗ്രിമെന്റ് ആണ്. നിങ്ങൾ ചോദിച്ച ക്വാളിഫിക്കേഷൻ എനിക്കുണ്ട്, നിങ്ങൾ ചോദിച്ച എക്സ്പീരിയൻസ് എനിക്കുണ്ട്, ഞാനിത് അപ്ലൈ ചെയ്യുന്നു, എനിക്ക് ജോലി തരുന്നു. പിന്നെ അതിനുശേഷം കുറെ ക്വാളിഫിക്കേഷൻസ് ഗവൺമെന്റ് ഫിക്സ് ചെയ്യും. കാര്യം ശാസ്ത്രം പുരോഗമിക്കുന്നു, സാങ്കേതിക വിദ്യകൾ പുരോഗമിക്കുന്നു, AI വരുന്നു, ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയും. ആര്? സർക്കാരുകൾ പറയും. കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാനം, പുതിയ വിദ്യാഭ്യാസ നയം വരുമ്പം പറയും. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഇടയ്ക്ക് ഇത് വലിയ വിഷയമാണ്. ഒരു കാലഘട്ടത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആവണമെങ്കിൽ, ലെക്ചറർ ആവണമെങ്കിൽ MSc, MCom, MA മതിയായിരുന്നു, PG മതിയായിരുന്നു, സെക്കൻഡ് ക്ലാസ് മതിയായിരുന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പറഞ്ഞു PG പോരാ, നെറ്റ് കൂടി വേണം. ഒരു ഘട്ടം കഴിഞ്ഞ് പറഞ്ഞു സെറ്റ് കൂടി വേണം. ഒരു ഘട്ടം കഴിഞ്ഞ് പറയുന്നു PhD കൂടി വേണം. ഓക്കെ, പക്ഷെ PhD വേണമെന്ന് പറയുന്നത് പുതിയ ആളുകൾക്കായിരിക്കണം. ഇനി പഴയ ആളുകൾക്ക് അവരെ ക്വാളിറ്റി അപ്ഗ്രേഡ് ചെയ്യാനാണെങ്കിൽ അവർക്ക് PhD കൂടെ എടുത്താൽ കൂടുതൽ ഇൻക്രിമെന്റ് മറ്റു കാര്യങ്ങളും കൊടുക്കണം എന്ന് വിചാരിച്ച് ഉള്ള ഇൻക്രിമെന്റ് തടയപ്പെടരുത്. അഡീഷണൽ ഇൻക്രിമെന്റ് കൊടുക്കണം. ഇത് ഉള്ള ഇൻക്രിമെന്റ് നിങ്ങൾക്ക് തരണമെങ്കിൽ നിങ്ങൾ ഈ ഡിഗ്രി എടുത്തിരിക്കണമെന്ന് പറഞ്ഞാൽ ഒരു ഫണ്ടമെന്റൽ വയലേഷൻ ഉണ്ട്, ഒരു ഭരണഘടനാ വയലേഷൻ ഉണ്ട് അതിനകത്ത്. ഞാനിത് പറയുന്നത് KTET എന്ന് പറഞ്ഞ പുതിയൊരു നിയമം കൊണ്ടുവന്നു. എന്ന് പറഞ്ഞാൽ കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ്, KTET, കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ്. ഇത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ അത് വരുന്നത് 2012 മുതലാണ് കേരളത്തിൽ KTET പരീക്ഷകൾ ആരംഭിച്ചത്. യഥാർത്ഥത്തിൽ 2002 ഞാൻ മനസ്സിലാക്കുന്നു ഇങ്ങനെ ഒരു നിയമം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നത്. ആ രാജ്യത്ത് കൊണ്ടുവന്നപ്പോൾ അത് പിന്നെ എന്താ പറയുക, ഇന്ന് അതിനെ സംബന്ധിച്ച് ന്യൂസുകളൊക്കെ വന്നിട്ടുണ്ട്. ഈ KTET എന്ന് പറയുന്ന സംവിധാനം കൊണ്ടുവന്നപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരു 60,000-ഓളം വരുന്ന അധ്യാപകർ ഇനി KTET കൂടെ പാസ്സായാലേ അവർക്ക് സർവീസിൽ അവർക്ക് ബാക്കി ബെനിഫിറ്റ്സുകൾ കിട്ടൂ എന്നുള്ള ഒരു ആശങ്ക, വളരെ വലിയ ആശങ്കയാണുള്ളത്. 2012 മുതലാണ് കേരളത്തിൽ ഇത് ആരംഭിച്ചത്. 22 പരീക്ഷയും ഒരു പ്രത്യേക പരീക്ഷയും നടത്തിയിട്ടുണ്ട്. തുടക്കത്തിൽ നിയമനങ്ങൾക്ക് മാത്രം, പുതിയ നിയമനങ്ങൾക്ക് മാത്രമായിരിക്കും ഇതെന്ന് പറഞ്ഞെങ്കിലും സർവീസിലുള്ളവരും അതെടുക്കണം എന്ന് പറയും. സർവീസിലുള്ളവർക്ക് ശരിക്കും ചെയ്യേണ്ടത് എന്താണ്? അവരെ കൂടുതൽ പഠിക്കാൻ അവസരം കൊടുക്കുക, കൂടുതൽ കോഴ്സുകൾ അവർക്ക് കൊടുക്കുക, കൂടുതൽ നല്ല ട്രെയിനിങ് കൊടുക്കുക. അല്ലാതെ വീണ്ടും അവരൊരു മത്സര പരീക്ഷ പാസ്സാകണം, അല്ലെങ്കിൽ നിങ്ങൾ സ്ഥാപനത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുമെന്ന് പറയുന്നത് ഫണ്ടമെന്റൽ വയലേഷനാണ്, ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഒരു വയലേഷൻ. അത് വളരെ പിന്നെ സർക്കാർ ഇതിനെ കാണുന്നത് ഗുണനിലവാരം അളക്കാനാണ്. ഗുണനിലവാരം അളക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് പരീക്ഷകൾ നടത്താം, പക്ഷെ പരീക്ഷകൾ നടത്തിയാൽ ആ പരീക്ഷയ്ക്ക് അനുസരിച്ചേ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളതല്ല ചെയ്യേണ്ടത്. പരീക്ഷ നടത്തി ആ പരീക്ഷയിൽ മിനിമം മാർക്ക് താഴോട്ടുണ്ടവരുണ്ടെങ്കിൽ അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അവരെ മുകളിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കണം. പിന്നെയും പരീക്ഷകൾ നടത്തണം. അങ്ങനെ അവരെ അപ്ഗ്രേഡ് ചെയ്യിക്കുക എന്ന പ്രോസസ് ആണെങ്കിൽ ദാറ്റ് ഇസ് വെൽ ആൻഡ് ഗുഡ്.
അല്ലാതെ അവരെ ഡീമോട്ടിവേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് അധ്യാപകരാകുമ്പോൾ അവർ സ്വയം ഒരുപാട് പണിയെടുക്കേണ്ടവരാണ്. എന്ന് പറഞ്ഞാൽ മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ പോലെ പോലുള്ള ജോലി അല്ലത്. അവർക്ക് ഒരുപാട് മോട്ടിവേഷന്റെ ആവശ്യമുണ്ട്. അതിനെ എതിർക്കപ്പെടുന്ന ഒരു സംവിധാനമാണ് ഇതിൽ വന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ കേറ്ററ്റ് എന്ന് പറയുന്ന സംവിധാനം 2012 മാർച്ച് 31 മുമ്പ് നിയമനം ലയിച്ചവർക്ക് കേറ്ററ്റിൽ നിന്ന് ഇളവ് നൽകണമെന്ന ആവശ്യത്തിൽ കോടതികൾ പലപ്പോഴും വ്യത്യസ്തമായ പല വിധികളും കൊണ്ടുവന്നിട്ട് ഭിന്നശേഷിക്കാർക്കും 50 വയസ്സ് കഴിഞ്ഞവർക്കും ഇളവ് നൽകിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയെങ്കിലും മറ്റ് അധ്യാപകർക്ക് പരീക്ഷ നിർബന്ധമാണെന്ന നിലപാടിൽ കോടതി ഉറച്ചു നിന്നു. നിശ്ചിത സമയപരിധിക്കുള്ളിൽ യോഗ്യത നേടിയില്ലെങ്കിൽ അധ്യാപകർക്ക് സർവീസിൽ തുടരാൻ അർഹതയുണ്ടാവില്ലെന്നായിരുന്നു കോടതിയുടെ വാദം. അതൊരു വല്ലാത്ത വാദമാണ്. അത് കോടതി പറയുന്നത് ഒരു ഫണ്ടമെന്റൽ റൈറ്റിന്റെ വിഷയമുണ്ട് അതിനകത്ത്. കേന്ദ്ര നിയമം വരുന്നതിന് മുമ്പ് ജോലിയിൽ പ്രവേശിച്ചവർക്ക് ആനുകൂല്യം നൽകണമെന്ന വാദവും കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ്. തീർച്ചയായിട്ടും തർക്കങ്ങളിൽ ഏറ്റവും ഒടുവിലായി വന്നത് 2025 സെപ്റ്റംബർ, കഴിഞ്ഞ 26 സെപ്റ്റംബർ 1 സുപ്രീം കോടതി വിധിയാണ്. ഇത് പ്രകാരം നമ്മുടെ രാജ്യത്ത് ടെറ്റ് യോഗ്യത നിലവിൽ വന്ന 23/8/2010 മുതൽ, അപ്പൊ 2010 വന്നത്, 2010 മുതൽ മുമ്പ് നിയമം ലഭിച്ച അധ്യാപകർക്ക് യോഗ്യത നേടാൻ സുപ്രീം കോടതി വിധി വന്ന തീയതി മുതൽ 2 വർഷം കൂടി സമയം അനുവദിച്ചു. ഇത് സീനിയർ അധ്യാപകർക്ക് ആശ്വാസമായി. അപ്പൊ 2 വർഷം സമയം അനുവദിച്ചുകൊണ്ടാണ് നിങ്ങൾ ആ 2 വർഷത്തിനകത്ത് എടുത്താൽ മതിയെന്ന്. പക്ഷെ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് അതല്ല. കോടതി പരിഗണിക്കേണ്ടതും അധ്യാപകർ കൊടുക്കേണ്ട ഒരു പുതിയ നിർദ്ദേശമാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും കേറ്ററ്റ് എന്ന് പറയുന്ന പരീക്ഷ നടത്തട്ടെ. കേറ്ററ്റ് പരീക്ഷയിൽ പാസ്സാവുക തോൽപ്പിക്കുക എന്നുള്ള കഥ പാടില്ല. മിനിമം മാർക്ക് വാങ്ങാത്തവർ ഉണ്ടെങ്കിൽ ഒരു മിനിമം മാർക്ക് ഫിക്സ് ചെയ്യുക. ആ മിനിമം മാർക്ക് വാങ്ങാത്തവരുണ്ടെങ്കിൽ അവരെ നല്ല ട്രെയിനിങ് കൊടുത്തുകൊണ്ട് അവർക്ക് വീണ്ടും ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ മിനിമം മാർക്കിലേക്ക് കയറാനുള്ള ഒരു അപ്പൊ തീർച്ചയായിട്ടും അധ്യാപകർക്ക് പറ്റും. അങ്ങനെ റിഫ്രഷ്മെന്റ് കോഴ്സും പിന്നെ എക്സ്പീരിയൻസും ഒക്കെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട്, പ്രാക്ടിക്കലും ഒക്കെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അവരെ എക്വിപ്പ് ചെയ്തെടുക്കുന്നത് ഓക്കെ ഗവൺമെന്റ് ചെയ്യുന്ന ഒരു സോഷ്യൽ എഡ്യൂക്കേഷൻ അപ്ഗ്രേഡ് പ്രോഗ്രാം. ഓക്കെ, ദാറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. അല്ലാതെ ഇത് ചെയ്തില്ലെങ്കിൽ, നിങ്ങളിത് പാസ്സായില്ലെങ്കിൽ നിങ്ങൾക്ക് വെളിയിൽ പോകേണ്ടി വരുമെന്ന് പറഞ്ഞു. ഇപ്പൊ ജഡ്ജി ആവുന്ന കഥകൾ, ജഡ്ജി ആവണമെങ്കിൽ 10 വർഷം 20 വർഷം എന്നൊക്കെ പറയുന്ന കഥകളുണ്ടല്ലോ. അല്ലെ, ഓരോ ക്വാളിഫിക്കേഷൻ ഉണ്ട് ഓരോ വർഷത്തേക്ക് പറയും. അത് കഴിഞ്ഞ് നിൽക്കുന്നവർക്ക് ഇനി നിങ്ങൾ പഴയതായിട്ട് പോയിട്ട് വാ എന്നൊക്കെ പറയുന്നത് ഒരു ലോജിക്ക് ഇല്ലാത്ത ഒരു നിയമമാണെന്ന് നമുക്ക് തോന്നും. 10-60,000 ത്തോളം വരുന്ന അധ്യാപകർക്ക് ഈ പ്രശ്നമുണ്ട്. സർക്കാരിന്റെ നിലപാടിലും ചില ആശങ്കകൾ ഈ അധ്യാപകർക്കുണ്ട്. വളരെ കർക്കശമായ നിലപാടാണ് സർക്കാർ ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. കേറ്ററ്റ് ഇല്ലാത്ത അധ്യാപകരുടെ വാർഷിക ഇൻക്രിമെന്റുകൾ തടഞ്ഞു വെക്കുക, പ്രമോഷനുകൾ അനുവദിക്കാതിരിക്കുക, സർക്കാരിൽ അനുവദിക്കാതെയും സർക്കാർ ഇതിനകത്ത് സമ്മർദ്ദം കൊണ്ടുവരും. അത് ശരിയല്ല. കാരണം നിങ്ങൾ അപ്പോയിന്റ് ചെയ്തപ്പോൾ അത് പറഞ്ഞില്ലല്ലോ. കാലാകാലങ്ങളിൽ കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ അതിൽ നിങ്ങൾ പറയണമായിരുന്നു, കാലാകാലങ്ങളിൽ കൊണ്ടുവരുന്ന പരീക്ഷകളും മറ്റു കാര്യങ്ങളും പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് കാലാകാലങ്ങളിൽ ഇത് അംഗീകാരം തരൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റുമെന്ന് പറയാതെ 60 വയസ്സ് വരെ അല്ലെ 56 വയസ്സ് വരെ എനിക്ക് ജോലി തരാം എന്ന് പറഞ്ഞ് ഞാനും PSCയുമായി UPSCയുമായി 60 വയസ്സ് വരെ ജോലി തരാം എന്നൊരു എഗ്രിമെന്റ് വെച്ചതുപോലെ, ഇൻഫോർമൽ എഗ്രിമെന്റ് വെച്ചതിന് ശേഷം എനിക്ക് ജോലി തന്നാൽ എന്റെ വിശ്വാസത്തെ നിങ്ങൾ ബ്രീച്ച് ചെയ്യുകയാണ്. നിങ്ങൾ എന്റെ വിശ്വാസത്തിൽ നിങ്ങൾ വെള്ളം കോരി ഒഴിക്കുകയാണ് ചെയ്തത്. അത് ശരിയല്ല, ഒരു കാരണവശാലും ശരിയല്ല. വിദ്യാഭ്യാസ നെറ്റ് സെറ്റ് ഒക്കെ ഉള്ള അധ്യാപകർക്ക് കേറ്ററ്റിൽ സർക്കാർ ഇളവ് നൽകി. എന്നാൽ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ 2026 ജനുവരി 1 സ്ഥാനക്കയറ്റത്തിനും നിയമനത്തിനും കേറ്ററ്റ് വീണ്ടും നിർബന്ധമാക്കി. PhD ഒക്കെ എടുത്ത ആള്, നെറ്റുള്ള ആള്, സെറ്റുള്ള ആള്, PhD ഉള്ള ആള് വീണ്ടും വന്ന് അതിന്റെ താഴെ ഒരു പരീക്ഷ എഴുതണം എന്നൊക്കെ പറയുന്നത് ഏത് ഉടായിപ്പാണ്? ആരാണ് ഇതിന്റെ ബുദ്ധി കേന്ദ്രം? ആരാണ് ഇത്രയ്ക്ക് തലയ്ക്കോളമില്ലാതെ സർക്കാരിൽ ഇതത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവരെയാണ് ചികിത്സിക്കേണ്ടത്. നിലവിൽ ജോലി കിട്ടിയവരുടെ അനിശ്ചിതത്വമല്ല ഉണ്ടാക്കേണ്ടത്. എന്തായാലും അധ്യാപക സംഘങ്ങൾ പ്രതിഷേധമായി രംഗത്തെത്തിയതോടെ ഉത്തരവ് മരവിപ്പിക്കുകയും സർക്കാർ സുപ്രീം കോടതിയിൽ റിവ്യൂ പെറ്റീഷൻ നൽകിയിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. കേറ്ററ്റിൽ കൂടുതൽ ഇളവുകൾ വേണമെന്ന റിവ്യൂ പെറ്റീഷനിൽ സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് സർക്കാർ പറയേണ്ടത് ആ കേറ്ററ്റ് ഒഴിവാക്കി തരിക എന്നല്ല പറയേണ്ടത്. അധ്യാപകരും അങ്ങനെ പറയരുത്. ഞങ്ങൾ കേറ്ററ്റ് എഴുതാം, പക്ഷെ കേറ്ററ്റ് എഴുതിയാൽ മിനിമം മാർക്ക് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു കട്ട് ഓഫ് മാർക്ക് വയ്ക്കുക, 50% ഒരു കട്ട് ഓഫ് മാർക്ക് വയ്ക്കുക. ആ കട്ട് ഓഫ് മാർക്ക് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് വീണ്ടും പരിശീലനങ്ങൾ തന്നുകൊണ്ട് വീണ്ടും ഒരു ചെറിയ കാലയളവ് തരിക. ആ കാലയളവിനുള്ളിൽ ഞങ്ങൾ എഴുതിയെടുത്തിരിക്കും, അത് കഴിഞ്ഞ് നമുക്ക് ചിന്തിക്കാം എന്ന് പറയുന്നതാണ് കൂടുതൽ യുക്തി.